സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണം എന്താണ് എന്ന് ധനമന്ത്രി ബജറ്റിൽ ചോദിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ ഉത്തരം ധനമന്ത്രി പറയുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന പെട്ടെന്നുണ്ടായതല്ല, ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിപ്പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 59ാമത് ഖണ്ഡികയായിട്ട് പറയുന്നത് നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാനാണ് GST കോമ്പൻസേഷൻ അനുവദിച്ചിരുന്നത്. നികുതി പിരിവിലെ കുറവ് തുടരുന്നു, പക്ഷേ GST കോമ്പൻസേഷൻ നിലച്ചു. GST കോമ്പൻസേഷൻ ഇല്ല എന്ന് അദ്ദേഹം കൂടി ഉൾപ്പെട്ട സമിതിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇത് 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ GST കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാരുകൾക്കില്ല എന്നുള്ളതല്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? അത് പിന്നെയും പറഞ്ഞ് കഴിഞ്ഞ 3 വർഷവും GST കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. മഞ്ജുഷ, 10ാം ധനകാര്യ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഡിവിസിബിൾ ടാക്സ് പൂളിനെ സംബന്ധിച്ചിടത്തോളം 3.88 ആയിരുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ ആയത് 1.92 കുറയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ലഭിക്കേണ്ട വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ചിറകിലേറ്റാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ യാതൊരു തരത്തിലും നിർവാഹമില്ല. കാരണം കേരളം ഏറ്റവും ധനഞെരുക്കത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ധനഞെരുക്കമുണ്ട് എന്ന് ജനങ്ങളോട് തുറന്നു പറയുന്ന സംസ്ഥാന സർക്കാരിനെയാണ് നാം ഇതിനു മുമ്പ് കേട്ടതെങ്കിൽ ആ ധനഞെരുക്കത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന് ബഡ്ജറ്റിൽ അവകാശപ്പെടുന്ന തരത്തിൽ KN ബാലഗോപാൽ ഇന്ന് അവകാശപ്പെടുന്നതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഈ നികുതിയേതര വരുമാനം കൂടി, അതുകൊണ്ട് ഞങ്ങളുടെ ധനഞെരുക്കം മുഴുവൻ തീർന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത വേണ്ടേ അഡ്വക്കേറ്റ് BN ഹസ്കർ? അതിലേക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് തനതു നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെത്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. SOTR 47,640 കോടിയായിരുന്നത് ഇപ്പോൾ 81,000 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായി സംസ്ഥാനത്ത് തനതു നികുതി വരുമാനത്തിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റത്തെയാണ് ഉൾക്കൊള്ളുന്നത്. മറിച്ച് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ പ്രാതിനിധ്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത്, ഉദാഹരണമായി നമുക്ക് നേരിട്ട് നികുതി പിരിക്കാൻ കഴിയുമായിരുന്ന സെയിൽ ടാക്സ് ഉണ്ടായിരുന്നപ്പോൾ അത് എടുത്തു കളയുകയും ഇപ്പോൾ GST ആയി അത് രൂപാന്തരം പ്രാപിക്കുകയും GST കൗൺസിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും 5 കൊല്ലം നമുക്ക് തുടർച്ചയായി നഷ്ടപരിഹാരം നൽകുന്നു എങ്കിൽ പോലും ഇപ്പോ നഷ്ടപരിഹാരം എന്ന അർത്ഥത്തിൽ ലഭിക്കുന്നില്ല. പക്ഷെ നമ്മുടെ വരുമാനത്തിൽ സാരമായ ഇടിവ് GST വന്നത് മൂലമുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ കാര്യം ഇനി എങ്ങനെ പറയാനാകും? അത് GST ഏർപ്പെടുത്തിയതിന്റെ ആദ്യ വർഷങ്ങളിൽ നൽകിയിരുന്നതാണ്. അത് ഇത്ര കാലയളവ് കഴിയുമ്പോൾ അത് നിർത്തുമെന്നുള്ള കാര്യം എല്ലാ ധനമന്ത്രിമാർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അത് ജനങ്ങളോട് പറയുവാൻ നിങ്ങൾ മടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് GST കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതായത് മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്. അങ്ങനെയല്ലല്ലോ, ഒരു സംസ്ഥാനത്തിനും GST കോമ്പൻസേഷൻ ഇല്ല. അല്ല, സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഡിവൈഡ് ചെയ്ത് നൽകേണ്ടിയിരിക്കുന്ന നികുതിക്ക് പകരം സർചാർജും സെസ്സും ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം നേരിട്ട് പണം പിരിച്ചെടുക്കുന്നു എന്നുള്ളതിനാണ് വലിയൊരു ആക്ഷേപം. അത് സംസ്ഥാനത്തിലൂടെ ലഭിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെതായ തനത് വരുമാന മാർഗങ്ങൾ, തനത് മേഖലകളിൽ നമുക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രഖ്യാപനങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷെ നാം ആ പരിമിതികളെ മറികടക്കുന്നു എന്നാണ് ഈ ബഡ്ജറ്റ് കാണിക്കുന്നത്. കാരണം മനുഷ്യ വിഭവ ശേഷിയിൽ ഊന്നിയ വികസന പദ്ധതികളാണ് സംസ്ഥാനം ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോലുള്ളൊരു പദ്ധതി, ആ സ്വപ്ന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അതിന് നിന്ന് ലഭിക്കാൻ കഴിയുന്ന വരും വർഷങ്ങളിലെ വരുമാനത്തെ ആശ്രയിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് ഏതൊക്കെ തരത്തിൽ മനുഷ്യ വിഭവശേഷി അവിടെ കൂട്ടിയിണക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഭാവനാത്മകമായിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 2, നമ്മുടെ ടൂറിസം സാധ്യതകളെ ഏതൊക്കെ തരത്തിൽ പരിപോഷിപ്പിക്കാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഭാവനാത്മകമായ മറ്റൊരു പദ്ധതി, ഒരുപക്ഷെ കേരളത്തിന്റെ വികസനം അതുവഴി മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഹോംസ് എന്ന് പറയുന്നത്. 5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പൊ 3 സ്ഥലങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച്. അതൊക്കെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളത് മുൻ ബജറ്റുകളിലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംശയകരം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. പ്രഖ്യാപനം